മില്ലി ബോബി ബ്രൗണിൻ്റെ മഞ്ഞുമൽ ഗേൾസ് ആണ് ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഡാംസൽ. നമ്മുടെ ഇവിടെയൊക്കെ ഗുഹയിൽ വീണ അതിനകത്ത് വവ്വാലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഹോളിവുഡിലൊക്കെ ഗുഹയിൽ വീണ അതിനകത്തൊരു ഡ്രാഗൺ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഡ്രാഗൺ ഉള്ളൊരു ഗുഹയ്ക്കകത്ത് വീഴുന്ന ഒരു പെൺകുട്ടി അതിനകത്ത് നിന്ന് എങ്ങനെ സർവൈവ് ചെയ്യും എന്ന് കാണിക്കുന്ന ഒരു ഫാൻറ്റസി എൻ്റർടൈനറാണ് ഈ ഒരു സിനിമ എന്ന് പറയാം. ആൻഡ് ഇത് ഒരു കുഴപ്പമില്ലാത്തൊരു സിനിമ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ സിനിമയിൽ ഒരു മുക്കാൽ ഭാഗവും ഇതിനകത്ത് പെട്ടിട്ട് ഈ ക്യാരക്ടർ കടന്നുള്ള നിലവിളിയാണ്. സോ ഡയലോഗ്സൊക്കെ ഉണ്ട്, പക്ഷേ ആ ഡയലോഗ്സൊക്കെ വളരെ ക്രിഞ്ച് വൃത്തിയായിട്ടുള്ള കുറേ സാധനങ്ങൾ. ആൻഡ് ഇതിലെ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം, ഇതിലെ ഡ്രാഗൺ സംസാരിക്കും. ആ ഡ്രാഗൺ സംസാരിക്കില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമയുടെ ലെവൽ തന്നെ മാറിയെന്ന് തോന്നും. ആൻഡ് ഈ കേവ് ഉണ്ടാക്കിയിരിക്കുന്നതും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിങ്ങും അതിൻ്റെ ആ ഒരു ലോറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ കാണിക്കുന്നതിന്. അപ്പോൾ ആ കേവിൻ്റെ ഡിസൈൻ തന്നെ ഇപ്പോൾ ഈ ഡ്രാഗൺ ഉള്ളത് കൊണ്ട് വർഷങ്ങളായിട്ട് ഡ്രാഗൺ ബ്രീത്ത് വെച്ചിട്ട് ആ ഒരു കേവിന് ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ അതൊക്കെ നീറ്റായിട്ട് ആർട്ടിലൂടെ ഒക്കെ കാണിക്കാൻ പറ്റുന്നുണ്ട്. ദെൻ VFXിലും ഇപ്പോൾ ഈ ഡ്രാഗണെ കാണിക്കുന്ന VFX നന്നായിട്ട് തന്നെയുണ്ട്, വളരെ നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ഡ്രാഗൺ സംസാരിക്കുമ്പോൾ ഈ മൊത്തം ആ ഒരു സീൻ തന്നെ മുഴുവനായിട്ട് മാറിപ്പോകുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി ഇതിൻ്റെ വാല്യൂ മാറിയേനെ. ആൻഡ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ വെറുതെ വേസ്റ്റാണ്. മില്ലി തന്നെ ഈ ഡയലോഗ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നിലവിളിയാണ്. പടത്തിനൊരു മുക്കാൽ ഭാഗം നിലവിളിച്ച് ചെവിയൊക്കെ വേദനിക്കും നമുക്ക്. ആ രീതിക്ക് വെറുതെ കിടന്ന് അലറുക. ഇപ്പോൾ അലറിയിട്ട് എന്താ കിട്ടുക? ആവശ്യത്തിൽ കൂടുതൽ ഈ ഡ്രാഗൺ കിടന്ന് അലറുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു ക്യാരക്ടറും കിടന്ന് അലറുന്നത് എന്നൊക്കെ ചില നേരത്തേക്ക് തോന്നും. സോ ഒരു കുഴപ്പമില്ലാത്ത ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് VFX നന്നായതുകൊണ്ട്, പിന്നെ മേക്കിംഗ് നന്നായതുകൊണ്ട് അത്ര വലിയ ബോറടിക്കാറുണ്ട്, കണ്ടിരിക്കാം. വലിയ ഒരു മസ്റ്റ് വാച്ച് ആയിട്ടും ഒന്നും ഞാൻ പറയില്ല. ജസ്റ്റ് ഒരു പോപ്കോൺ വർത്തി ഫ്ലിക്ക്, ഒരു സ്ഥിരം കാണുന്ന ടിപ്പിക്കൽ ക്ലീഷേ ഫാൻറ്റസി ജോണറിൽ പെടുന്ന സിനിമകളൊക്കെ കാണുന്ന അതേ മോഡലിൽ തന്നെയുള്ള യാതൊരു തരത്തിലുള്ള അൺപ്രഡിക്റ്റബിൾ ഫാക്ടറും ഇല്ലാത്ത ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ലൈനിൽ പോകുന്ന വളരെയധികം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥിരം ടിപ്പിക്കൽ നെറ്റ്ഫ്ലിക്സ് ഫാൻറ്റസി മൂവി എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് ഈ ഒരു ഡ്രാഗണിൻ്റെ ഡിസൈനാണ്. ആ ഒരു ഡ്രാഗൺ നമ്മൾ ടിപ്പിക്കലി കാണുന്ന ആ ഒരു ഡ്രാഗനെ പോലെയല്ലേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പോരാ തന്നെ ആ ഒരു ഡ്രാഗണിൻ്റെ VFXിലും ആ ഒരു ഡ്രാഗണിൻ്റെ ആ ഒരു മെക്കാനിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അനാട്ടമി, ഇപ്പോൾ ഡ്രാഗൺ ബ്രീത്ത് വരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് കുറച്ച് ഇഷ്ടമായി. കാരണം ഇപ്പോൾ ഈവൻ ഡ്രാഗൺ ബ്രീത്ത് അടക്കം മറ്റേലൊക്കെ ജസ്റ്റ് ഫ്ലെയിം മാത്രമായിരിക്കും. ഇതിലൊരുമാതിരി ഈ വോൾക്കാനോ ഇറപ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു സംഭവം പോലെ ആ ഒരു പർട്ടിക്കുലർ ഫ്ലെയിമാണ് വരിക. അതുകൊണ്ട് തന്നെ അത് ഒരു ലാവ ടൈപ്പ് ഫ്ലെയിം, അത് നല്ല രസമുണ്ട്. സോ ആൾക്കാരൊക്കെ ഇങ്ങനെ ഉരുകി ഒലിച്ചു, അതിങ്ങനെ ഒഴുകി വരും. അങ്ങനത്തെ രീതിയിൽ ആ ഒരു ഫ്ലെയിമിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അതിനെ സ്റ്റോറിയിലും ഭയങ്കര ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇറ്റ്സ് എ വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വട്ടം കണ്ടു വെക്കുക. സോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.